ഹലോ എല്ലാവർക്കും സുഖല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ജബൽ ഹഫീത്തിലേക്ക് പോകുന്ന വ്ളോഗാണ് കേട്ടോ. അല്ലയിലാണ് വരുന്നത്. ദുബായിൽ നിന്ന് അല്ലയിലേക്ക് കുറച്ച് ലോങ് ഉണ്ട്, ഒരു 1.5 മണിക്കൂറോളം ലോങ് ഉണ്ട് കേട്ടോ. 1.5 മണിക്കൂർ ഇല്ലെങ്കിലും 1.25 മണിക്കൂർ എന്തായാലും ഉണ്ട്. പിന്നെ നാട്ടിലത്തും ഇവിടുത്തും ഡിഫറെൻറ്റ് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നാട്ടിൽ 1.5 മണിക്കൂർ ലോങ്ങിലേക്ക് പോവുകയാണെങ്കിൽ റോഡൊക്കെ മോശം, അതിനെക്കൊണ്ട് പെട്ടെന്ന് നമ്മളെ ബോഡി അറിയും. ഇവിടെ അങ്ങനെ അറിയൂല കേട്ടോ. പിന്നെ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നേരത്തെ എത്തിയ പോലെ തോന്നും. കാരണം ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെത് 100 ആ ഒരു 120 പോകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിയ പോലൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അത്ര ടയർഡ്നെസ് ഫീൽ ചെയ്യൂല. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് തന്നെ ഒരു 3:30 ആ ഒരു സമയത്താണ്. അവിടെ മെയിൻ എന്ന് പറയുന്നത് മൗണ്ടൻ കാണാമെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ മൗണ്ടൻസ് തന്നെയാണ്. കാരണം നമ്മളെ നാട്ടിലത്തെ വയനാട് പോലത്തെ ആ ഒരു ഭംഗിയുള്ള മൗണ്ടൻസ് ഒന്നും ഇവിടെ കിട്ടൂല കേട്ടോ. കുറച്ചൊക്കെ ആർട്ടിഫിഷ്യലും അല്ലാത്തതും ആയതാണ്. ഇത് ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ ഈ അല്ലയിലുള്ളത്. മുന്നേ ഞാൻ ജബൽ ജയ്സിൽ പോയത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കുറേ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. ആർട്ടിഫിഷ്യലാണെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ലോങ് എത്തിയ സമയത്ത് നമ്മൾ ഹോട്ടൽ നോക്കിയ സമയത്ത് ഒരു ഹോട്ടലും അവിടെ ഇല്ല കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റും അവിടെ കാണുന്നില്ല. കാരണം ഫുള്ള് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അത് നമുക്ക് അറിയില്ലേനു കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ ലോങ്ങിൽ കാണുന്നുണ്ടല്ലേ ഒരു മൗണ്ടൻ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ഇവിടുന്ന് റോഡുമെന്ന് കാണാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് മെയിൻ കാറുകൾ, പല ടൈപ്പ് കാറുകൾ, ഒരു അഭിഷേകമാണ്. അതെന്നെ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് റോട്ടിൽ കൂടെ പോകുമ്പോൾ. അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ പോണ വഴിക്ക് അവിടെ ഒരു സൂ എഴുതി വെച്ച് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. ലൈവായിട്ട് നമുക്ക് കാണാമെന്നുള്ളൊരു ഓപ്ഷനുള്ള സൂ ആണ്. അപ്പം കയറിയപ്പോൾ ഇതിൻ്റെ എക്സിറ്റ് ഏതാണ് എൻട്രൻസ് ഏതാണെന്ന് ഒന്നും മനസ്സിലാവും. നമ്മൾ ചുറ്റി കളിച്ചിട്ടോ. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് അത്രയും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. കാരണം നമ്മൾ നടന്ന് കാണുന്നതാണ്, കൂട്ടിലിട്ടല്ല. അപ്പം എന്തായാലും നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് അടിച്ചിട്ട് റിട്ടേൺ പോകാൻ വിചാരിച്ചിട്ടോ. ഇതിൽ തന്നെ പോണ സമയത്ത് എന്താണ് വൈറ്റ് മാന് അതുപോലെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, കൂടെ ഉള്ളവരാണ് കണ്ടത്. നമ്മളെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ, ഫാമിലിയിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല സൂ ആണ്. കാരണം അല്ലയിൽ വന്ന് എല്ലാവരും അധികം പറയാറുണ്ട് ഇവിടെ ഒരു സൂ ഉണ്ട് എന്നുള്ളത്. അത് മിക്കവാറും ഈ സൂ തന്നെ ആയിരിക്കും. കാരണം കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സൂവിലൊക്കെ കയറാൻ. ഇപ്പോൾ ഒരു 5:30 മണി 4:30 മണി ആണെങ്കിൽ പോലും നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലത്തൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറി നടക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് മൗണ്ടൻ കാണാമെന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ തന്നെ പോയിട്ടോ. പിന്നെ അവിടുന്ന് കുറച്ചേ ഉള്ളേനു. അതിനിടയ്ക്ക് നമുക്ക് ചെറിയ റെസ്റ്റോറൻറ്റ് കിട്ടി. അവിടെ നമ്മൾ ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. കാരണം അത്രയും വിശന്ന സമയത്ത് ഓടിപ്പോയി കഴിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജബൽ ഹഫീത്തിലേക്ക് പോയിട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ ടയേർഡ് ആവില്ല എന്നുള്ളത്, പക്ഷേ ഞാൻ ടയേർഡ് ആയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സൂവിൽ കയറി കുറേ റൗണ്ട് അടിച്ച് പിന്നെ റെസ്റ്റോറൻറ്റ് തപ്പി കുറേ റൗണ്ട് അടിച്ച് അങ്ങനെ തന്നെ കുറേ അവേഴ്സ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടോ. കാരണം റെസ്റ്റോറൻറ്റ് കാണാനില്ലേനോ ആ ഭാഗത്ത്, അങ്ങനെ ഒരുപാട് ചുറ്റേണ്ടി വന്നിക്കണ്. അപ്പം തന്നെ ലേറ്റും ആയി, ഇരുന്ന് ഏകദേശം മൂഷിഞ്ഞ പോലെ ആയിട്ടോ. പിന്നെ ജബൽ ഹഫീത്തിലേക്ക് നമ്മൾ വിട്ട് അതിൻ്റെ അടുത്തെത്താനായിക്കുന്നു കേട്ടോ. അടുത്തെത്താനാകുമ്പോഴുള്ള കാണുന്ന മൗണ്ടൈനാണിത്. നമ്മൾ നാട്ടിലത്തെ മൗണ്ടൻസിൻ്റെ അത്ര ഒന്നും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. ഇവിടെ എന്ന് പറയുന്ന മൗണ്ടൻ ഇങ്ങനെയാണ്. എനിക്കത് വലിയ ലൈക്കല്ല. പിന്നെ ഞാൻ കൂടെ കാണാത്ത സ്ഥലം, അതിനെക്കൊണ്ട് കാണാൻ അത്ര ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ്ങും ഒക്കെ വരുന്നത്. എക്സിറ്റും സ്റ്റാർട്ടിങ്ങും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ കുറേ വണ്ടികളൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ സണ്ണ് പോകാൻ അതിനെക്കൊണ്ട് ആ ഒരു സൺസെറ്റും കൂടെ കിട്ടിയതിനെ കൊണ്ടാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടായത് നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും കാണാനാണെങ്കിലൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ അത്ര ആളുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. കാരണം ആ ഭാഗത്തൊന്നും അധികം ആളില്ല കേട്ടോ. പക്ഷേ ഒരു ടൈമായപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന്. കാരണം വെയിൽ പോയി കഴിഞ്ഞാൽ സൺഡേ സ്പെൻഡ് ചെയ്യാൻ എന്തായാലും ആൾക്കാർ വരും. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ആൾക്കാർ പിന്നെ ഒരു 6:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കൊക്കെ വന്നിട്ടോ. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പോകുന്നത് ഒരു ഏകദേശം 7:10 ആ ഒരു ടൈമിനാണ്. 7:45 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നിക്കണം കേട്ടോ. ഇത് നല്ല ഉള്ളോട്ടേക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇത്രയും ആൾ വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നിട്ടോ, കുറച്ചൊന്ന് റൗണ്ട് അടിച്ച് പിന്നെ ഞാൻ അവിടെ ഇരുന്ന്. കാരണം കാണാനൊന്നുമില്ല, ഈ കാണുന്ന മൗണ്ടൈൻ കാര്യങ്ങളും ഈ ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ലൂഡോ ഒക്കെ കളിച്ച്. പിന്നെ നൈറ്റ് ഏകദേശം ഇരുട്ടായി, 7:50 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. 7:20 ആ ഒരു ടൈമിനൊന്നും ഇരുട്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോകാൻ വേണ്ടി വെച്ചിട്ട്. അപ്പം ഞാൻ കാറിൽ നിന്ന് എടുക്കണതാണിത്. കാറിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് ഫോക്കസ് ആവുന്നേ ഇല്ല കേട്ടോ. ഞാൻ കുറേ നോക്കി, ക്യാമറ എങ്ങനെയും ഫോക്കസ് ആവുന്നില്ല.
കാറിൻ്റെ ഉള്ളിലായതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഫോക്കസ് ആവാഞ്ഞത്. കാരണം അടുത്തുനിന്ന് എടുക്കൽ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്, ഞാൻ അടുത്തുനിന്നാണ് അത് എടുക്കുന്നത്. ചിലപ്പോൾ ആ ഒരു മിററിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായതിനെ കൊണ്ടായിരിക്കും ഫോക്കസ് ആവാത്തത്. ഞാൻ പിന്നെയും ശ്രമിക്കുന്നുണ്ട് ഫോക്കസ് ആവോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു ഇരുട്ടിൽ എങ്ങനെയാണ് ഔട്ടിങ്ങിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കാൻ നോക്കുന്നത്. പക്ഷെ പറ്റിയില്ല. പിന്നെ പോണ വഴിക്ക് ആ ഒരു ഭാഗത്ത് ചെറിയൊരു ബ്ലോക്കും ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് നീങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോണ വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒന്നുമില്ല, കാരണം ഫുൾ ഇരുട്ടാണ് കണ്ടില്ല. പിന്നെ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഈ അല്ലേന്ന് പറയുന്നത്. വെച്ചാൽ ഈ ഒരു ഭാഗം അങ്ങനത്തെ വീടോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അറബ് വീടാണെങ്കിലും ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ വരുമ്പോൾ കണ്ട ആ ഒരു മൗണ്ടനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് നൈറ്റ് ഓവറായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുന്നത് താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് സ്റ്റാർ പോലെ നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് അല്ലേൻ്റെ സിറ്റി എവിടെയോ ആണ് കേട്ടോ. അത് പിന്നെയും കുറച്ച് രസമായിട്ട് തോന്നി. പിന്നെ റിട്ടേൺ പോണ വഴിക്ക് എല്ലാവർക്കും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിയതേനു കേട്ടോ. അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.